നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ, അതുമല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന ഉയർന്ന പലിശ നിരക്കുകൾ എത്രയാണ് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മുടെ KSFEയിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള പ്രോഡക്റ്റ് എന്താണ്? സംശയിക്കേണ്ട, അത് ചിട്ടികൾ തന്നെയാണ്. ശരിക്കും പലപ്പോഴും ഒരു ചിട്ടി കമ്പനി ആയിട്ടാണ് നമ്മുടെ KSFE അറിയപ്പെടുന്നത് തന്നെ. നമുക്ക് ലോൺ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അതിനു പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചിട്ടി ഫണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ നമ്മുടെ ചിട്ടിയെ ലോണിന്റെ പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപ്പറ്റി നമ്മൾ നിലവിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇനി ചില ആൾക്കാരുണ്ട്, അവര് KSFE ചിട്ടികളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ മാസവും മാറ്റിവെക്കാൻ സാധിക്കുന്ന തുക, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തുക, അതുപയോഗിച്ച് KSFEയിൽ ചിട്ടികൾ ചേരുന്നു. ശരിക്കും ഇത് അബദ്ധമാണ്. കാരണം ചിട്ടി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിനുള്ള ഇടങ്ങളാണ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ലംസമായിട്ട് അല്ലെങ്കിൽ SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാൽ ചിട്ടിയിൽ അങ്ങനത്തെ വെൽത്ത് ക്രിയേഷൻ ഒന്നും നടക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ചിട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മാസം 100 മാസം ഒക്കെ കാലാവധിയുള്ള ചിട്ടികളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന ഉദ്ദേശത്തോടു കൂടി ചേരുന്നത് ശരിക്കും മണ്ടത്തരമാണ്. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർ വളരെ കൺസർവേറ്റീവ് ആണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ. അവർക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. റിസ്ക് എടുത്താൽ പിന്നെ ഉറക്കം വരില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ഒരു സമ്പാദ്യം എന്ന നിലയിൽ KSFE ചിട്ടികളെ സമീപിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത്തരം ആളുകളിൽ കുറെ പേരെങ്കിലും ചിട്ടിയെ വളരെ ബുദ്ധിപരമായിട്ട് സമീപിക്കുന്നവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടിയിൽ ചേർന്നിട്ട് അത് ഏറ്റവും ലാഭകരമായ സമയത്ത് പിടിച്ചെടുത്ത് അതിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി അവിടുന്നും നേട്ടം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു KSFE ചിട്ടിയിൽ ചേരുന്നു, നമുക്ക് ചിട്ടി കിട്ടുന്നു, ആ പണം തൽക്കാലം നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുക, നമുക്കത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാം. ശരിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം ഏതാണെന്നറിയാവോ? അത് KSFE തന്നെയാണ്. KSFEയിൽ തന്നെ നമുക്ക് നമ്മുടെ ചിട്ടിപ്പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പ്രധാനമായിട്ടും 2 ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിട്ടി കിട്ടിയ പണം KSFEയിൽ നിന്ന് എടുത്ത് പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് FD ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ചിട്ടിപ്പണം KSFEയിൽ നിന്ന് കിട്ടണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ഈടുകൾ കൊടുക്കണം. അപ്പോൾ ഈ KSFE തന്നെ FD ആക്കുവാണെങ്കിൽ എന്താണ്? ഈടിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പുറത്ത് എവിടെ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും മികച്ച പലിശ നമുക്ക് കിട്ടും. എവിടെ? KSFEയിൽ. ചിട്ടി പിടിച്ച എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 8.5% പലിശയാണ് ഒരു വർഷം ലഭിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് മികച്ച പലിശ തന്നെയാണ്. കാരണം ബാങ്കുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒന്നും ഇത്രയും ഉയർന്ന പലിശ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്നില്ല. ഇങ്ങനെ ചിട്ടി പിടിച്ച് അവിടെ തന്നെ FD ആക്കിയിട്ട് അതിൽ നിന്നുള്ള പലിശ മാസം മാസം പിൻവലിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടി ലഭിക്കും. ഇനി നിങ്ങൾ വളരെ കൺസർവേറ്റീവ് ആണെങ്കിൽ ഒരു RD എങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചിട്ടി പിടിച്ച പൈസ മാത്രമല്ല കേട്ടോ KSFEയിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ പലപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അതേപ്പറ്റി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി ഫണ്ട്, അതുപോലെ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കാലാവധിക്കുള്ളിൽ നമുക്ക് ആവശ്യമായി വന്നേക്കാവുന്ന തുക, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഈ പണമൊക്കെ KSFEയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. മോശമല്ലാത്ത പലിശ അവിടെ ലഭിക്കുന്നുണ്ട്. 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്
7.5% പ്രതിവർഷം എന്ന രീതിയിൽ പലിശ ലഭിക്കുന്നുണ്ട്. അതുപോലെ 2 വർഷം മുതൽ 3 വർഷം വരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് 7.25% എന്ന രീതിയിൽ പ്രതിവർഷ പലിശ ലഭിക്കുന്നുണ്ട്. അതുപോലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി KSFEയിലുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ട്. അതിന്റെ പേര് വന്ദനം എന്നാണ്. അതിന്റെ പലിശ 8% പ്രതിവർഷം എന്ന രീതിയിലാണ്. ഇനി KSFEയിലെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളുണ്ട്. അത് 61 ദിവസം മുതൽ 90 ദിവസം വരെ കാലാവധി ഉള്ളതിന് 4.25%, 91 ദിവസം മുതൽ 180 ദിവസം വരെ കാലാവധി ഉള്ളതിന് 4.75%, 181 ദിവസം മുതൽ 364 ദിവസം വരെ കാലാവധി ഉള്ളതിന് 6.5% പലിശ ലഭിക്കുന്നുണ്ട്. അതുപോലെ ബാങ്കിലെയൊക്കെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ KSFEയിലുള്ള സംവിധാനമാണ് സുഗമ ഡെപ്പോസിറ്റ് സ്കീം. അവിടുത്തെ പലിശ നിലവിൽ 4.5%. നിങ്ങൾക്ക് KSFEയിൽ ചിട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കൂട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്കും കൂടെ അതൊരു പ്രയോജനമാകട്ടെ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.